യോഷിറോ നക്കാമുറ സംവിധാനം ചെയ്ത് 2015 ഇറങ്ങിയ ഒരു ജാപ്പനീസ് ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദ ഇൻഎറേസബിൾ. ഇതൊരു അന്വേഷണമാണ്. ആ അന്വേഷണം പ്രേതത്തെയാണ്. അതെ, പ്രേതം എങ്ങനെയാണ് ഉണ്ടായത്, എവിടെ നിന്നാണ് വന്നത് എന്ന് അന്വേഷിച്ചു പോകുന്ന നായികയും പണിക്കാരും. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇനി എനിക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊരു ഭയം ഉണ്ടാകും. അതുകൊണ്ട് ഓവറായിട്ട് പേടി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത്. കഥയിലെ നായിക റിയലായിട്ട് നടന്ന പ്രേത കഥകളെ വെച്ച് കഥ എഴുതുന്ന ഒരു റൈറ്ററാണ്. അങ്ങനെ ഒരു പ്രേതത്തെ കണ്ട അനുഭവം ഒരു പ്രേക്ഷകൻ നായികയ്ക്ക് എഴുതി അയക്കുകയാണ്. ആ അനുഭവ കഥയിൽ താല്പര്യം തോന്നിയ നായിക ആ പ്രേതം ആരാണ്, എന്താണ് എന്ന് അന്വേഷിച്ചു പോവുകയാണ്. ഓരോ തുമ്പും ഓരോ ട്വിസ്റ്റുകൾ പോലെ കഥ മാറി മാറി പോവുകയാണ്. ഒടുവിൽ ആരാണ് പ്രേതം, എന്താണ് കഥ എന്ന് അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ, പ്രേതത്തിന്റെ പുറകിലുള്ള രഹസ്യം എന്താണ് എന്നൊക്കെ കൊടൂര ട്വിസ്റ്റുകളോട് കൂടി പറഞ്ഞ ഈ ചിത്രം തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ച ചിത്രത്തിന്റെ തുടക്കത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണരുന്ന ഒരു ചെറിയ പയ്യനെ കാണാം. ആരൊക്കെയോ സംസാരിക്കുന്ന പോലത്തെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. എവിടുന്നാ എന്നറിയാൻ ഫോളോ ചെയ്തു പോവാൻ തുടങ്ങി. ഇത് ഇവന്റെ വീടല്ല, വെക്കേഷൻ ആയതുകൊണ്ടാണ് ദ്വീപിലുള്ള റിലേറ്റീവിന്റെ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വീട് വെക്കുന്നതിന് മുൻപ് ഈ സ്ഥലം ഒരു തുരങ്കം പോലത്തെ സ്ഥലമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വീട് കെട്ടിയിരിക്കുന്നത്. ഇവനാണെങ്കിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി ഒരു റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു കറുത്ത് കരിഞ്ഞു പോയ രൂപം പതുക്കെ വന്ന് അവൻ്റെ നേർക്ക് കൈ നീട്ടുകയാണ്. സീൻ അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കാണാം. ഇവിടെയുള്ള ഐ എന്ന പെൺകുട്ടിയാണ് ഇത്രയും നേരം നമ്മൾ കണ്ട കാര്യങ്ങൾ ഒരു സ്റ്റോറി പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഐയുടെ മനസ്സിൽ വിരിഞ്ഞ കഥയാണ് ആ ചെറിയ പയ്യൻ്റേത്. ഐ ഒരു എഴുത്തുകാരിയാണ്, അതും പ്രേതകഥകളാണ് എഴുതാൻ കൂടുതൽ ഇഷ്ടം. ഓപ്പോസിറ്റായി ഇരുന്നിട്ടുള്ളത് തമുറ എന്നൊരു പബ്ലിഷറാണ്. തമുറയുടെ പത്രത്തിലാണ് ഐയുടെ നോവൽ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഐയുടെ നോവലൊക്കെ വായിച്ച ശേഷം പ്രേക്ഷകർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രേതാനുഭവങ്ങൾ ഒക്കെ എഴുതി പത്ര ഓഫീസിലേക്ക് അയക്കാറുണ്ട്. അത് ഇപ്പോൾ തമുറ ഐക്ക് കൊടുക്കുകയാണ്. ജനങ്ങൾക്കുണ്ടായ പ്രേതത്തിൻ്റെ അനുഭവം ഒക്കെ വെച്ചാണ് ഐ പ്രേതകഥ എഴുതുന്നത്. അങ്ങനെ വീട്ടിലെത്തി തനിക്ക് വന്ന ലെറ്റേഴ്സ് എല്ലാം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ലെറ്റർ ഐക്ക് കൂടുതൽ താല്പര്യം തോന്നുകയാണ്. കാരണം അതിൽ ഫോട്ടോസൊക്കെ വച്ചിട്ടുണ്ട്. അയച്ചിരിക്കുന്നത് കൂബോ എന്നൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ കൂബോയെ കാണാം. കൂബോ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്. ആദ്യത്തെ 2 വർഷം കോളേജ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം മാറി താമസിക്കാം എന്ന് കരുതി ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോയി 202 എന്ന റൂമിൽ ഒറ്റയ്ക്ക് താമസം ആരംഭിച്ചു. എന്നാൽ അവൾ താമസം ആരംഭിച്ച ദിവസം മുതൽ അവിടെ എന്തൊക്കെയോ അമാനുഷിക ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. തറയിൽ തുണി കൊണ്ട് ഉരക്കുന്ന പോലത്തെ ശബ്ദം. എന്താണ് ആ ശബ്ദം എന്ന് റൂം മൊത്തം അന്വേഷിച്ചെങ്കിലും ഒന്നിനെയും കണ്ടില്ല. എന്നാൽ ശബ്ദം മാത്രം വീണ്ടും വീണ്ടും കേൾക്കുകയാണ്. കണ്ണിൽ കാണാത്തത് ഫോട്ടോയിൽ കാണുമോ എന്നറിയാൻ റൂമിൻ്റെ ഒരു ഫോട്ടോ കൂടി എടുക്കുകയാണ്. ആ ഫോട്ടോയാണ് ഇപ്പോൾ കൂബോ ലെറ്റർ വഴി ഐക്ക് അയച്ചിരിക്കുന്നത്. ആ ഫോട്ടോ നോക്കി നിൽക്കെ പുറകിലൂടെ ഐയുടെ ഹസ്ബൻഡ് വന്ന് അതെന്താ ഫോട്ടോയിൽ ഡോട്ട്സ് ഒക്കെ പതിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ക്യാമറയിൽ ഡസ്റ്റ് പൊടി ഉണ്ടായിരിക്കും, അതാണ് ഫോട്ടോയിൽ പതിഞ്ഞത് എന്ന് ഐ പറയുകയാണ്. അന്നേരം ഹസ്ബൻഡ് കുറച്ച് മോഡൽസ് എടുത്ത് കാണിക്കുകയാണ്. ഇവർ പുതുതായി ഒരു ഡ്രീം ഹൗസ് നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു, അതിൻ്റെ ഒക്കെ സാമ്പിളാണിത്. അതൊക്കെ ഐക്ക് കാണിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ നോക്കി സെറ്റാക്ക് മനുഷ്യ എന്ന് പറഞ്ഞ് വീണ്ടും കൂബോയുടെ ലെറ്റർ വായിക്കാൻ തുടങ്ങി. തുടർന്നും കൂബോയ്ക്ക് ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്ത് ഡോർ തുറന്ന് നോക്കുമ്പോൾ ദേ ഒരു തുണി തറയിൽ വലിഞ്ഞു വലിഞ്ഞു പോകുന്നു. ആ തുണി ജാപ്പനീസിൻ്റെ ഒരു പ്രധാന തുണിയാണ്, പെണ്ണുങ്ങൾ ധരിക്കുന്ന ഒരു ട്രഡീഷണൽ തുണി. ആ തുണിയുടെ ഷാൾ ആണ് ഉരഞ്ഞു ഉരഞ്ഞ് തനിയെ പോയത് എന്നൊക്കെ ലെറ്ററിൽ കൂബോ എഴുതിയിട്ടുണ്ട്. അതേപോലെ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അത് എന്തെന്നാൽ കിമോണോ എന്നത് ഒരു ട്രഡീഷണൽ വസ്ത്രമാണ്. അത് തറയിൽ മുട്ടുന്ന പോലെയല്ല ധരിക്കാറ്, തറയിൽ ഉരസിക്കൊണ്ടു പോകുന്ന പോലെയല്ല ധരിക്കാറ്. തറയിൽ ഉരസി പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കിമോണോ എന്ന വസ്ത്രം ധരിച്ച് തൂങ്ങി മരിച്ചു കാണും. അന്നേരമായിരിക്കും വസ്ത്രം നിലത്ത് മുട്ടിയത് എന്നൊക്കെ കൂബോ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഐക്ക് ഒരു കാര്യം ഓർമ്മയിൽ വരികയാണ്. എന്തെന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലൊരു സ്റ്റോറി ഐ വായിച്ചിട്ടുണ്ട്. സെയിം പാറ്റേണിൽ ശബ്ദം കേട്ടതായി ഒരു ലെറ്റർ വായിച്ചിരുന്നു. അങ്ങനെ ആ ലെറ്റർ തിരഞ്ഞെടുത്ത് വീണ്ടും വായിക്കുമ്പോഴാണ് അത് കൂബോ താമസിച്ച അതേ അപ്പാർട്ട്മെന്റിലെ ഒരു സ്ത്രീയാണ് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്. അതിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ആ സ്ത്രീ അപ്പാർട്ട്മെന്റിലെ 405 എന്ന റൂമിലാണ് താമസിച്ചത്. കൂബോ താമസിക്കുന്ന റൂമിന്റെ മുകളിലെ റൂം. ആ അപ്പാർട്ട്മെന്റിലേക്ക് ആ സ്ത്രീയുടെ ഫാമിലി താമസം ആരംഭിച്ച ദിവസം മുതൽ നിലത്ത് തുണി കൊണ്ട് ഉരസുന്ന പോലത്തെ ശബ്ദം കേൾക്കാൻ തുടങ്ങി.
തുടങ്ങി. അതേപോലെ അവരുടെ മകൾ എപ്പോൾ നോക്കിയാലും സീലിംഗിലേക്ക് തന്നെ നോക്കി നിൽക്കാറുണ്ടായി. അതേപോലെ കയ്യിലുള്ള പാവക്കുട്ടിയെ കയറിൽ തൂക്കിയ പോലെ ആട്ടിക്കൊണ്ടിരുന്നു. അതൊക്കെ കണ്ട് ആ കുട്ടിയുടെ അമ്മ ഇത് ഏതോ പ്രേതത്തിന്റെ കളിയാണ് എന്ന് മനസ്സിലാക്കി ഒരു ലെറ്റർ എഴുതി ഐക്ക് അയച്ചിരുന്നു. അപ്പാർട്ട്മെന്റിൽ ആ അമ്മ താമസിച്ച റൂം നമ്പർ 405, എന്നാൽ കൂബോ താമസിച്ച റൂം നമ്പർ 202. രണ്ടു പേർക്കും ഒരേ സംഭവം, അതും വേറെ വേറെ റൂമിലാണ് സംഭവിച്ചത്. അതിനാൽ റൂമിൽ മാത്രമല്ല ആ അപ്പാർട്ട്മെന്റിൽ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്ന് ഐക്ക് മനസ്സിലാവുകയും അത് അന്വേഷിക്കാൻ ഐക്ക് ഒത്തിരി താല്പര്യം തോന്നുകയാണ്. അങ്ങനെ ഐ കൂബോയുമായി ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മേലെ റൂമിൽ താമസിച്ച അമ്മയും മകളെയും അന്വേഷിക്കാൻ കൂബോയെ ഏൽപ്പിക്കുകയും എന്നാൽ ആ അമ്മയും മകളും കഴിഞ്ഞ വർഷം ഭയന്ന് ആ അപ്പാർട്ട്മെന്റ് വിട്ടു പോയി എന്ന് മനസ്സിലാവുകയാണ്. അതിനുശേഷം അപ്പാർട്ട്മെന്റിന്റെ അടുത്തുള്ള അയൽപ്പക്കത്ത് പോയി അപ്പാർട്ട്മെന്റിൽ അപകട മരണമോ ആത്മഹത്യയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് കൂബയോട് പറയുകയാണ്. ഞാൻ താമസിക്കുന്ന റൂമിൽ ഇതിനു മുൻപ് ആരെങ്കിലും താമസിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പയ്യൻ താമസിച്ചിരുന്നു, എന്നാൽ എന്ത് പറ്റി എന്നറിയില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടുന്ന് താമസം മാറിപ്പോയി എന്ന് പറയുകയാണ്. അങ്ങനെ കൂബോ നേരെ അപ്പാർട്ട്മെന്റിലെ ഓഫീസിൽ പോയിട്ട് അപ്പാർട്ട്മെന്റിൽ ഇതിനു മുൻപ് എന്തെങ്കിലും ആത്മഹത്യയോ മരണമോ കൊലപാതകമോ നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നതായി ഒരു റെക്കോർഡും ഇല്ല എന്ന് പറയുകയാണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് കൂബോ നേരെ റൂമിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അടുത്ത റൂമിലേക്ക് പുതുതായി ഒരു ഫാമിലി കൂടി വന്നിരിക്കുകയാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ ഒരു ചെറിയ കുട്ടിപ്പയ്യനും. ഈ അപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും വിലക്കുറവിൽ എവിടെയും റൂം കിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് കൂബയോട് ആ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാ മാനേജ്മെന്റ് ഓഫീസിൽ പോയി ചോദിച്ചത്, അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി അവർ പറഞ്ഞില്ല, ഇവിടെ സേഫാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ അവർ ധൈര്യത്തോടെ താമസിക്കാൻ തുടങ്ങി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൂബോ നേരെ ഐക്ക് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഐയും ഹസ്ബൻഡും വീട് വെക്കാനുള്ള പ്ലോട്ട് ഒക്കെ നോക്കുകയാണ്. കൂബോ ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ആയി കൂബോയുടെ റൂമിൽ മുൻപ് താമസിച്ച ആ ഒരു പയ്യനെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയും ചെയ്തു. അവൻ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവന്റെ പേര് കജിക്കാവ. സൂപ്പർ മാർക്കറ്റിൽ പോയി കാര്യങ്ങൾ തിരക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുകയാണ്. കജിക്കാവ എന്ന പയ്യൻ വളരെ നല്ല പയ്യനായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം പിരാന്ത് പിടിച്ചവനെ പോലെ നടക്കാൻ തുടങ്ങി. അതിനുശേഷം തൂങ്ങി മരിക്കുകയും ചെയ്തു. എന്നാൽ അവൻ ആത്മഹത്യ ചെയ്തത് കൂബോ താമസിച്ചിരുന്ന റൂമിൽ അല്ല. 6 മാസം അവിടെ താമസിച്ച് അതിനുശേഷം ആ അപ്പാർട്ട്മെന്റിൽ നിന്നും സ്ഥലം മാറി മറ്റൊരു അപ്പാർട്ട്മെന്റിൽ പോയാണ് ആത്മഹത്യ ചെയ്തത് എന്നൊരു കാര്യം ഇപ്പോൾ കൂബോയ്ക്ക് മനസ്സിലാവുകയാണ്. ആ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സ് വാങ്ങി കൂബോ നേരെ കജിക്കാവ ആത്മഹത്യ ചെയ്ത ആ ഒരു അപ്പാർട്ട്മെന്റിൽ പോവുകയും ചെയ്തു. ഒരു വയസ്സായ വ്യക്തിയാണ് അപ്പാർട്ട്മെന്റിന്റെ ഓണറിനോട് കജിക്കാവയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാളും അത് തന്നെയാണ് പറയുന്നത്. കജിക്കാവ വളരെ നല്ല പയ്യനായിരുന്നു, അവനായി അവന്റെ ജോലിയായി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വളരെ മിടുക്കനായ പാവം പയ്യനായിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്തു. അത് കേട്ട് അവൻ മരിക്കുന്നതിന് മുൻപ് എന്തെങ്കിലും വിചിത്രമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഓണർ ഒരു കാര്യം പറയുകയാണ്. കജിക്കാവ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് ആരാ കരയുന്നത്, ഏതെങ്കിലും കുട്ടിയുണ്ടോ ഇവിടെ, കരച്ചിലൊക്കെ കേൾക്കുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. അതേപോലെ അവൻ മരിക്കുന്ന ദിവസം ഒരു ഇൻസിഡന്റ് കൂടി നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു കാര്യം പറയാൻ തുടങ്ങി. അന്ന് രാത്രി ഓണർ ലേഡി നല്ല ഉറക്കത്തിലായിരുന്നു. അന്നേരം ജനാലയിൽ ഒരു രൂപം, അത് കജിക്കാവയുടെ രൂപമായിരുന്നു. അവൻ നിന്നിട്ട് എന്നോട് ക്ഷമിക്കണേ, ഇവിടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. ഇവൻ എന്തിനാ ഈ രാത്രി വന്നിട്ട് അതൊക്കെ ചോദിക്കുന്നത് എന്നറിയാൻ പോയി ജനാലയുടെ കർട്ടൻ മാറ്റുമ്പോൾ അവിടെ കജിക്കാവയെ കണ്ടില്ല. അത് ഓണർ ലേഡി ഒരു സ്വപ്നം കണ്ടതായിരുന്നു. സ്വപ്നമായിരുന്നോ എന്ന് കരുതി നിൽക്കുമ്പോൾ പടപടാന്ന് ഡോറിൽ ആരോ തട്ടാൻ തുടങ്ങി. ഭയത്തോടെ പോയി ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കജിക്കാവ, എന്നോട് ക്ഷമിക്കണേ, ഇവിടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടേ നിൽക്കുകയാണ്. എടാ, ഈ നട്ടപ്പാതിരാക്ക് വന്ന് നീ എന്താ കുണുകുണോന്ന് പറയുന്നത്, നീ ഇപ്പോൾ പോയിക്കോ, നാളെ രാവിലെ സംസാരിക്കാം എന്ന് ഓണർ ലേഡി പറയുന്നത് കേട്ട് കജിക്കാവ തിരിച്ചു ഒന്നും പറയാതെ ഒരൊറ്റ പോക്കായിരുന്നു. ശരി, അവൻ പോയല്ലോ എന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോൾ ദേ കജിക്കാവ പ്രിയതത്തെ പോലെ വന്ന് വീണ്ടും എന്നോട് ക്ഷമിക്ക്, ഇവിടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ, കുട്ടികൾ കരയുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നു. അതൊക്കെ കണ്ട് ഓണർ ലേഡി വീണ്ടും ഞെട്ടി ഉണരുകയാണ്. നോക്കിയാൽ ഇതും സ്വപ്നമായിരുന്നു. ഇതെന്താ ഇങ്ങനെ സ്വപ്നത്തിൽ മൊത്തം അവൻ വന്ന് ക്ഷമിക്കണേ, കുട്ടികൾ ആരൊക്കെയുണ്ടോ, കുട്ടികൾ കരയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. ആകെ കിളിപോയ ഓണർ ലേഡി ഇപ്പോൾ തന്നെ അവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് തീരുമാനിച്ച് നേരെ കജിക്കാവയുടെ റൂമിൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെയും ഡോറിൽ എന്നോട് ക്ഷമിക്കണേ, ഇവിടെ കുട്ടികൾ കരയുന്ന ശബ്ദമൊക്കെ കേട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് എഴുതി ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. അകത്ത് പോയി നോക്കിയപ്പോൾ കജിക്കാവ് ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയിരുന്നു. ഇതാണ് അന്ന് നടന്നത് എന്ന് ഇപ്പോൾ കൂബയോട് പറഞ്ഞിട്ട് കജിക്കാവ് താമസിച്ച റൂം കാട്ടുകയാണ്. അവിടെ ഇപ്പോൾ ഒരുത്തൻ താമസിക്കും
താമസിക്കുന്നുണ്ട്. എനിക്ക് കജിക്കാവ ആത്മഹത്യ ചെയ്തത് ഇവിടെയാണെന്ന് അറിയാം. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പ്രേതം ഒക്കെ സാങ്കല്പമാണ്. റേറ്റ് കുറച്ച് കിട്ടും എന്നതിനാലാണ് ഞാൻ ഈ റൂം എടുത്തത് എന്നൊക്കെ അവൻ പറയുകയാണ്. അതൊക്കെ കേട്ടോണ്ടിരുന്ന കൂബോ നേരെ ഐക്ക് കോൾ ചെയ്ത് ഇനി കജിക്കാവയുടെ ആത്മാവ് ആയിരിക്കുമോ എന്നെ ശബ്ദങ്ങളൊക്കെ കേൾപ്പിച്ച് ഭയപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് സാധ്യതയില്ല. നിനക്കും പിന്നെ അവിടെ താമസിച്ച അമ്മയും കുഞ്ഞും അവർക്കും അനുഭവപ്പെട്ടത് കീമാനോ എന്നൊരു വസ്ത്രം ധരിക്കാറുള്ള ആരുടെയോ ആത്മാവാണ്. സോ തീർച്ചയായും അതൊരു പെണ്ണിന്റെ ആത്മാവാണ്. അതിനാൽ അത് കജിക്കാവ ആവാനുള്ള സാധ്യതയില്ല. അതേപോലെ ആ ഒരു പ്രേതം ആയിരിക്കും കജിക്കാവയെയും ഭയപ്പെടുത്തി ആത്മഹത്യയിലേക്ക് നയിച്ചത്. നമ്മൾ അന്വേഷിക്കേണ്ടത് ആ യഥാർത്ഥ പ്രേതത്തെയാണ്. ആ പ്രേതം ആരുടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നൊക്കെ ആയി പറയുകയാണ്. ശരി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് കൂബോ ആലോചിച്ചുകൊണ്ടേ റൂമിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് പുതുതായി കുടി വന്നവർ ആ ഒരു ലേഡി ഭയങ്കരമായി ഭയന്ന പോലെ വന്ന് അപ്പുറത്തെ റൂമിൽ ആൺകുട്ടികൾ ആണോ താമസിക്കുന്നത്, എനിക്ക് കോൾ ചെയ്ത് വീട് തീ പിടിച്ച് കത്തി നശിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാ. ഈ അപ്പാർട്ട്മെന്റിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് ഷോക്കായ കൂബോ ഉടനെ ഐക്ക് കോൾ ചെയ്ത് അയൽവാസി ലേഡി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ എങ്കിൽ നിനക്ക് നടന്നത് പോലത്തെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ആ അപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന അമാനുഷിക കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു കഥയുണ്ടാവും. അത് നമ്മൾ ഉടനെ കണ്ടെത്തിയേ ആവണം എന്ന് പറഞ്ഞ് ഈ കേസിൽ രണ്ടുപേരും കൂടുതലായി ഇൻവോൾവ് ആവുകയാണ്. ഇതിനിടയിൽ അയ്യയുടെ ഹസ്ബൻഡ് പുതിയ ഒരു പ്ലോട്ട് നോക്കിയിരുന്നില്ലേ, അത് വാങ്ങുകയും ചെയ്തു. അവിടെ വീട് കെട്ടുന്നതിന് മുൻപ് അവരുടെ ആചാരപ്രകാരം മന്ത്രം പൂജ ഒക്കെ നടത്തുകയാണ്. അന്നേരം നമ്മൾ ഇത്തരം പൂജകളൊക്കെ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പുതുതായി നമ്മൾ ഒരാളിൽ നിന്നും സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലത്ത് ഇതിനു മുൻപ് താമസിച്ചവർ കുറേ പേർ മരിച്ചിട്ടുണ്ടാവും. അവർ എങ്ങനെയാ മരിച്ചതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ചില പ്രേതങ്ങൾക്ക് പ്രതികാരം ഒക്കെ ചെയ്യാൻ ഉണ്ടാവും. പുതുതായി വീട് വെക്കുമ്പോൾ പൂജാകർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ മരിച്ചവരുടെ ആത്മാക്കൾ അവിടെ താമസിക്കുന്നവരുടെ ശരീരത്തിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാണ് ഇങ്ങനെ പൂജകളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നേരെ കൂബോയെ പോയി മീറ്റ് ചെയ്ത് ഇനി മുതൽ നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം എന്ന് പറഞ്ഞ് അവരുടെ അന്വേഷണം ആരംഭിച്ചു. ഇപ്പോഴുള്ള സംശയം ഈ അപ്പാർട്ട്മെന്റുള്ള സ്ഥലമാണ്. ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് തീരുമാനിച്ച് അപ്പാർട്ട്മെന്റിന്റെ ബ്ലൂ പ്രിന്റ് ഒക്കെ വെച്ച് അന്വേഷിക്കുമ്പോൾ അപ്പാർട്ട്മെന്റ് 2001 കെട്ടുമ്പോൾ ഈ സ്ഥലം വെറും പാർക്കിംഗ് ഏരിയ ആയിരുന്നു. എന്നാൽ അതിന് 10 വർഷം മുൻപ് 1991 ഈ സ്ഥലം വരണ്ട പ്രദേശം ആയിരുന്നു. ഒരൊറ്റ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട്ടിൽ കോയിഡോ എന്നൊരു മുത്തശ്ശൻ മാത്രമാണ് താമസിച്ചിരുന്നത്. ആ മുത്തശ്ശൻ ദുരൂഹ സാഹചര്യത്തിൽ ആ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചു പോയിരുന്നു. 2 ആഴ്ച കഴിഞ്ഞാണ് മരിച്ച കാര്യം പുറത്തറിഞ്ഞത്. അതെയോ, എന്താ പറ്റിയത് ആ കോയിഡോ മുത്തശ്ശന് എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് കോയിഡോ മുത്തശ്ശൻ മരിച്ചതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. ആ കോയിഡോ ആരാ, എന്താ സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ഇനിയും പഴയ ആൾക്കാർ ഈ നാട്ടിൽ താമസിക്കുന്നുണ്ട്. അവരെ പോയി കാണണം. ഈ ഗ്രാമത്തലൈവനെ പോയി കാണ് എന്നവർ പറയുകയാണ്. അങ്ങനെ തലൈവന്റെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കോയിഡോയെ കുറിച്ച് തലൈവന് കുറച്ച് കാര്യങ്ങൾ അറിയാം. കോയിഡോ ആളൊരു ആക്രിക്കാരൻ ആയിരുന്നു. പഴകിയ വസ്തുക്കളൊക്കെ കളക്ട് ചെയ്യുന്ന വ്യക്തി. എന്നാൽ അത് കോയിഡോയുടെ ഹോബി ആയിരുന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ആ ജോലി ആരംഭിക്കുകയായിരുന്നു. തെരുവിൽ പോയി വേസ്റ്റ് ബോട്ടിൽ ഒക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ ശേഖരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ വാടക വാങ്ങിക്കാൻ കോയിഡോയുടെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ വീടിന്റെ പരിസരത്തും വീട്ടിലും മൊത്തത്തിൽ ആക്രി സാധനങ്ങൾ കൊണ്ടിട്ട് നിറച്ചു വച്ചിരുന്നു. ദുർഗന്ധം നിറഞ്ഞ അന്തരീക്ഷം ആയിരുന്നു. ഞാൻ കരുതിയത് വേസ്റ്റ് ബോട്ടിൽ നിന്നായിരിക്കും ആ ദുർഗന്ധം വരുന്നതെന്ന്. എന്നാൽ അകത്ത് പോയി നോക്കുമ്പോൾ ആണ് കോയിഡോ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. എങ്ങനെ മരിച്ചു എന്ന് മാത്രം അറിയില്ല. ആ വീടിന്റെ ഓപ്പോസിറ്റായി 2 വീടുണ്ട്. അതിലൊരു വീട്ടിൽ ഒരു വയസ്സായ മുത്തശ്ശി ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി എപ്പോ നോക്കിയാലും കൂടെ ഒരു പൂച്ച ഉണ്ടെന്ന് സങ്കല്പിച്ച് പൂച്ചയോട് സംസാരിക്കുന്ന പോലെ കളിക്കുന്ന പോലെ ഒക്കെ പെരുമാറുമായിരുന്നു. അവിടെ 3ാമതായി ഒരു വീട് കൂടിയുണ്ട്. ആ വീട്ടിൽ താമസിക്കാൻ വരുന്നവരൊക്കെ 1 മാസം 2 മാസം ഒക്കെ താമസിച്ച് അവിടുന്ന് താമസം മാറി പോകുമായിരുന്നു. എന്നാൽ ആ വീട്ടിലാണ് ചില അമാനുഷിക കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ആ വീട്ടിൽ ഒരു ഫാമിലി താമസിച്ചിരുന്നു. അതിൽ ഒരു ചെറിയ പയ്യൻ ഭയങ്കര കൊടൂരമായി പെരുമാറിയിരുന്നു. അവന്റെ അമ്മയെ തള്ളിയിടുകയും ബെഡിൽ തീയിടുകയും എല്ലാവർക്കും ഫോൺ വിളിച്ച് നിന്നെ കത്തിക്കും, നിന്റെ വീടിന് തീയിടും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും ഭയപ്പെടുത്തുമായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഇപ്പോൾ കൂബോ ഒരൽപ്പം ഭയപ്പെടുകയാണ്. എന്തെന്നാൽ ഇവളുടെ അയൽവാസി പറഞ്ഞിരുന്നില്ലേ, ആരോ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നു, വീടിന് തീയിട്ട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതോർത്ത്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒക്കായ എന്ന അപ്പാർട്ട്മെന്റ് കെട്ടുന്നതിന് മുൻപ്
മുൻപ് അവിടെ 3 വീടുകൾ ഉണ്ടായിരുന്നു. 3 വീട്ടിലും അമാനുഷിക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇവർ കണ്ടെത്താൻ വന്ന കാര്യത്തിന് ഇതുവരെ ഒരു ഉത്തരം കിട്ടിയില്ല. അതിനാൽ തലൈവനോട് ആ 3 വീടിന് മുൻപ് ആ സ്ഥലത്ത് എന്താ നടന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ 70s മുതലാണ് ഈ ഗ്രാമത്തിലുള്ളത്, അതിനു മുൻപ് നടന്നത് ഒന്നും എനിക്കറിയില്ല എന്ന് തലൈവൻ പറയുകയാണ്. അതിനുശേഷം ഇയാളെക്കാൾ പഴയ വ്യക്തിയെ നമ്മൾ തേടി പോകണം എന്ന് പ്ലാൻ ചെയ്ത് ഒടുവിൽ ഒരു വയസ്സായ ഫോട്ടോഗ്രാഫറിനെ കണ്ടെത്തി ശേഷം ആ 3 വീടിന് മുൻപ് ആ സ്ഥലത്ത് എന്തായിരുന്നു ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലത്ത് നടന്ന ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുകയാണ്. ഒരു പഴയ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് കാണിച്ച് ഒരു പണക്കാർ ഫാമിലിയാണ് മുൻപ് ആ സ്ഥലത്ത് താമസിച്ചിരുന്നത്. അതിലെ ഗൃഹനാഥയാണ് വയസ്സായ ടക്കാന എന്ന സ്ത്രീ. ആ ഫോട്ടോ എപ്പോഴാ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ടക്കാനയുടെ മകളാണ് റൈക്കോ. റൈക്കയുടെ കല്യാണത്തിന് എടുത്ത ഫോട്ടോയാണിത്. എന്നാൽ ആ കല്യാണം കഴിഞ്ഞ ശേഷം ആ വീട്ടിൽ ഒരു സംഭവം നടന്നിരുന്നു. എന്തെന്നാൽ ടക്കാനയുടെ ഹസ്ബൻഡ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു റൂമിലേക്ക് പോയ സമയത്ത് ടക്കാന വേറെ ഒരു റൂമിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അതും കല്യാണത്തിന് ധരിച്ചിരുന്ന കിമോണോ എന്ന അവരുടെ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചാണ് ആത്മഹത്യ ചെയ്തത്. ശബ്ദം കേട്ട് ഹസ്ബൻഡ് പോയി നോക്കുമ്പോൾ ടക്കാന തൂങ്ങി മരിച്ച കാഴ്ച കാണുകയാണ്. കിമോണോ വസ്ത്രം നിലത്ത് ആടി കളിക്കുന്നുണ്ടായിരുന്നു. സോ ടക്കാനയുടെ പ്രേതമാണ് കിമോണോ ധരിച്ചു വന്നതും കൂബോ അവളുടെ റൂമിൽ കണ്ടതും. അങ്ങനെ പ്രേതത്തെ കണ്ടുപിടിച്ചു. തേടിപ്പോയത് എല്ലാം കണ്ടുപിടിച്ചു. പ്രേതത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ചു. പ്രേതകഥ തീർന്നു എന്ന് കരുതിയാൽ ഒന്നും അവസാനിച്ചിട്ടില്ല. ടക്കാന എങ്ങനെയാ മരിച്ചത്? ആത്മഹത്യ ചെയ്തിട്ടല്ലേ? അതേപോലെ ബാക്കി എല്ലാവരും ആത്മഹത്യ ചെയ്താണ് മരിച്ചത്. എങ്കിൽ ടക്കാന ആത്മഹത്യ ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്നൊക്കെ ഇവർക്ക് വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്. ശരിക്കും പ്രേതം ആരാണ്? അതിന് ടക്കാനയെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളെ കാണണം എന്ന് പറയുമ്പോൾ ടക്കാനെ അറിയുന്ന ഒരു ഫാമിലിയെക്കുറിച്ച് മനസ്സിലാക്കി നേരെ ആ ഫാമിലിയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അവിടെ വയസ്സായ മുത്തശ്ശിയും അവരുടെ ഒരൽപ്പം വയസ്സായ മകളുമാണുള്ളത്. ടക്കാനയെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ അറിയാമല്ലോ, എൻ്റെ ഫ്രണ്ട് റൈക്കോയുടെ അമ്മയാണ് ടക്കാനോ. ടക്കാനയുടെ മകളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ആ മകളാണ് റൈക്കോ. റൈക്കോയുടെ ഫ്രണ്ടുകാരിയാണ് ഈ വയസ്സായ മുത്തശ്ശി. മുത്തശ്ശിയോട് ടക്കാനയെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു അമാനുഷിക കാര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഒരു ദിവസം ഞാനും ടക്കാനയും കൂടി നടന്നു പോകുമ്പോൾ ടക്കാന പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്നിട്ട് എടി, നിനക്ക് ഏതെങ്കിലും കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? കുറെ കുട്ടികൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ ആരൊക്കെയോ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു എന്ന് ടക്കാന പറയുകയാണ്. എന്നാൽ അവിടെ അയൽ വീട് ഒന്നുമില്ല. പിന്നെ എവിടുന്ന ആ ശബ്ദം? ഇതൊക്കെ എങ്ങനെ എനിക്ക് മാത്രം കേൾക്കുന്നത് എന്നൊക്കെ ടക്കാന പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട്. ടക്കാനയുടെ മകളായ റൈക്കോയ്ക്ക് കല്യാണത്തിന് മുൻപ് മറ്റൊരു പയ്യനുമായി ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം ഡിങ്കോൾഫി വരെ എത്തി. റൈക്കോ ഗർഭിണിയായിരുന്നു. എന്നാൽ അത് മറച്ചുവെച്ച് ഗർഭം അലസിപ്പിച്ച് അബോർഷൻ ചെയ്തിട്ടാണ് മറ്റൊരുത്തനുമായി റൈക്കോയെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്. ആ അബോർഷന് ശേഷമാണ് വയറ്റിലുണ്ടായിരുന്ന ചെറിയ കുട്ടിയുടെ ആത്മാവ് ടക്കാനയെ ഭയപ്പെടുത്തിയതും അതിനുശേഷമാണ് ടക്കാന ആത്മഹത്യ ചെയ്തതും എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു നടന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. സോ ഓൾമോസ്റ്റ് പ്രേതത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ് എന്നൊക്കെ ഐക്കും കൂബോയ്ക്കും മനസ്സിലായി. റൈക്കോയുടെ വയറ്റിൽ അബോർഷൻ ചെയ്ത കളഞ്ഞ കുഞ്ഞിൻ്റെ പ്രേതമാണ് എല്ലാവരെയും തീർത്തത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരും തിരിച്ച് കൂബോയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അയൽവാസികളൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റ് വിട്ടുപോയി. നീ ഇനി എപ്പോഴാ പോകുന്നത് എന്ന് ഐ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന ദിവസം ആ വിചിത്ര ശബ്ദം കേട്ടപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ തൂങ്ങിയതുപോലെ പ്രേതത്തെ കണ്ടു. അതിനുശേഷം ഞാൻ ആ റൂമിലേക്ക് കയറിയിട്ടില്ല. അടച്ചു പൂട്ടിയ ശേഷം സ്റ്റോർ റൂമാണ് ഞാൻ യൂസ് ചെയ്തത്. ആ റൂം ഞാൻ തുറന്നിട്ടില്ല. അത് കേട്ട് ആയി പറയുന്നു, ടക്കാന എന്ന മുത്തശ്ശി കുഞ്ഞിന്റെ കരച്ചിലൊക്കെ കേട്ടിരുന്നില്ലേ, അതിനാൽ സഹിക്കവയ്യാതെ ടക്കാന ആത്മഹത്യ ചെയ്തു. അതേ കരച്ചിലാണ് ആക്രിക്കാരനായ വയസ്സായ മുത്തശ്ശനും കേട്ടത്. അതിനാലാണ് ആ ശബ്ദം കേൾക്കാതിരിക്കാനാണ് ആക്രി സാധനങ്ങൾ ഒക്കെ പെറുക്കിക്കൊണ്ടുവന്ന് വീടിന് ചുറ്റിലും വച്ചത്. അതേപോലെ പൂച്ചക്കുട്ടിയെ സങ്കല്പിച്ച് വളർത്തുന്ന മറ്റൊരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിക്കും താഴെ നിന്നും കുട്ടിയുടെ കരച്ചിലൊക്കെ കേൾക്കുമായിരുന്നു. സോ ഇതേപോലെ ആ അബോഷനായ കുട്ടിപ്രേതത്തിന്റെ ശാപം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം നിർമ്മിച്ച ഒക്കായ എന്ന ഈ അപ്പാർട്ട്മെന്റിലും ആ ശാപം തുടരുന്നുണ്ട്. ടക്കാനയുടെ പ്രേതത്തെ നീ കണ്ടിട്ടുണ്ട്. അതേപോലെ കജിക്കാവയ്ക്കും കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അതിനാലാണ് അവൻ ഓണർ ലേഡിയോട് കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും ശാപം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് നീ ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും താമസം മാറുന്നതാ നല്ലത് എന്നൊക്കെ കൂബയോട് പറഞ്ഞ ശേഷം അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എല്ലാം നോവൽ പോലെ എഴുതി പത്ര ഓഫീസിൽ പോയി തമുറയെ മീറ്റ് ചെയ്തു.
ചെയ്ത് കഥ പറഞ്ഞപ്പോൾ തമുറയ്ക്ക് ആ കഥയിൽ ഒരു ഡൗട്ട് വരികയാണ്. ഈ കഥയിൽ ടക്കാനയ്ക്ക് കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ട് ടെൻഷനായി ആത്മഹത്യ ചെയ്തു എന്ന് നീ പറഞ്ഞില്ലേ? എന്നാൽ ടക്കാനയുടെ മകളായ റൈക്കയുടെ വയറ്റിലെ ഒരൊറ്റ കുഞ്ഞിനെ അല്ലേ അബോർട്ട് ചെയ്ത് കളഞ്ഞത്? പിന്നെ എങ്ങനെയാ ഒരുപാട് കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടത്? ഒരു കുട്ടി കരയുന്ന ശബ്ദമല്ലേ കേൾക്കേണ്ടത് എന്ന് തമുറ ചോദിച്ചതും ഇപ്പോഴാണ് അതും ശരിയാണല്ലോ എന്ന് ആയി ചിന്തിക്കുന്നത്. അതിനർത്ഥം കഥ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ആഷിഖ് എന്നൊരു റൈറ്റർ തിരിഞ്ഞ് എന്ത് പേരാ പറഞ്ഞ ടക്കാനയോ എന്ന് ചോദിക്കുകയാണ്. ആഷിഖിനെ ഐക്ക് അറിയാവുന്ന ഒരാളാണ്. എന്തൊക്കെയുണ്ട് ആഷിഖ് എന്ന് ചോദിച്ച് കാര്യങ്ങൾ തിരക്കുകയാണ്. ആഷിഖും ടക്കാനയെക്കുറിച്ച് അന്വേഷിച്ച് കഥ എഴുതാൻ പോകുന്നവനാണ്. ആഷിഖിന് ടക്കാനയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറയാൻ തുടങ്ങി. എല്ലാറ്റിനും കാരണം ഒരുപാട് കുട്ടികളെ കൊലപ്പെടുത്തിയ ഒരു സൈക്കോ കില്ലറാണ്. എന്ത് പ്രേതകഥയിൽ സൈക്കോ കില്ലറോ എന്ന് ആശ്ചര്യത്തോടെ ആഷിഖ് പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടിരിക്കുകയാണ്. ആ സീന് അവിടെ കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ കൂബോയെ കാണാം. അവൾ മറ്റൊരു അപ്പാർട്ട്മെന്റിൽ താമസം ആരംഭിച്ചിരുന്നു. അതേപോലെ ഐ ആണെങ്കിൽ പുതുതായി വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മിച്ച് താമസം ആരംഭിച്ചു. വീട്ടിൽ തന്നെ ഓഫീസും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊറിയർ വന്നിരിക്കുകയാണ്. അത് ആഷിഖ് അയച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ അപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്ത് ഒരു സൈക്കോ കില്ലർ ലേഡി ചെറിയ കുട്ടികളെ കൊടൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചുള്ള കഥയാണ്. കൂബോ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ അമാനുഷിക കാര്യങ്ങൾ നടക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ അതിനു മുൻപ് ആ അപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്ത് 3 വീടുകൾ ഉണ്ടായിരുന്നു. 3 വീട്ടിലെ കുടുംബങ്ങൾക്ക് മുൻപ് ടക്കാനോ എന്നൊരു മുത്തശ്ശിയും കുടുംബവും താമസിച്ചിരുന്നു. ടക്കാനയ്ക്ക് കുട്ടികളൊക്കെ കരയുന്ന ശബ്ദമെല്ലാം കേട്ടിട്ടുണ്ട്. ഇനി അതിനു മുൻപ് നടന്ന കഥയാണ് നോക്കാൻ പോകുന്നത്. അതായത് ടക്കാനയ്ക്ക് മുൻപ് നടന്ന കഥ. അവിടെ ആ സ്ഥലത്ത് മിസാവോ എന്നൊരു ലേഡി താമസിച്ചിരുന്നു. 7 തവണ മിസാവോ ഗർഭിണിയായി കുട്ടികളെ പ്രസവിച്ച സ്ത്രീയാണ്. കൊടൂരം എന്തെന്നാൽ ഓരോ തവണ പ്രസവിക്കുന്ന കുഞ്ഞിനെ എടുത്ത് നേരെ ബേസ്മെന്റിൽ കൊണ്ടുപോയി കണ്ണിൽ ചോരയില്ലാത്ത മിസാവോ എന്ന സൈക്കോ തള്ള തന്റെ 7 കുഞ്ഞുങ്ങളെ വെട്ടിക്കൊന്ന് കത്തിച്ച് കളഞ്ഞിരുന്നു. അതിനുശേഷം അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ആ കൊല്ലപ്പെട്ട 7 പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാക്കളാണ് ആ സ്ഥലത്ത് എത്തുന്നവരെ ഭയപ്പെടുത്തുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ശാപമാണ് അവിടെയുള്ളത്. അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഐ നേരെ കൂബോയെ വിളിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ പുറകെ കഥ എന്താ എന്ന് തപ്പിപ്പോവുകയല്ലേ? ഈ കഥ നീണ്ടു പോവുകയാണ്. എൻ്റെ സംശയം എന്തെന്നാൽ ആ സൈക്കോ കില്ലർ ലേഡി മിസാവോയെ ആണ്. അവൾ എന്തിനാ സ്വന്തം കുട്ടികളെ കൊന്നത്? ഇനി അവൾക്കും കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടത് കൊണ്ട് ആണെങ്കിലോ? അതേപോലെ സൈക്കോയെ പോലെ മിസാവോ അവളുടെ കുഞ്ഞിനെ തന്നെ കൊന്നതാണെങ്കിലോ എന്നൊരു ചോദ്യം കൂബോ ചോദിച്ചതും അത് ശരിയാണല്ലോ. എങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഇനി അവിടെ നിന്നും അന്വേഷണം ആരംഭിക്കാം എന്ന് പറഞ്ഞ് അവർ അന്വേഷിക്കാൻ തുടങ്ങി. മിസാവോയ്ക്ക് മുൻപ് ആ സ്ഥലത്ത് ആരാ താമസിച്ചത് എന്ന് കൂബോ അന്വേഷിക്കുകയാണ്. മറ്റേ വശത്ത് സൈക്കോയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആഷിഖ് നേരെ ഐയെ മീറ്റ് ചെയ്യാൻ വന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആ സൈക്കോ ലേഡി മിസാവോ താമസിക്കുന്നതിന് മുൻപും അവിടെ വേറെ ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവൻ പറയാൻ തുടങ്ങി. അവിടെ ഒരു വലിയ പണക്കാർ കുടുംബം താമസിച്ചിരുന്നു. ആ ഫാമിലിയിലുള്ള എല്ലാവരും സൈക്കോകളായി മാറിയിരുന്നു. ആ വീട് ഒരു ഭ്രാന്താലയം പോലെയായിരുന്നു. അതിനൊക്കെ കാരണം ആ കുടുംബത്തിലുള്ള ടോമോ ഷുബ്രു എന്നൊരു പയ്യനാണ്. അവൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു, എല്ലാത്തിനെയും തീയിട്ട് കത്തിച്ച് കൊല്ല് എന്നൊക്കെ ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ വട്ടുപിടിച്ചവനെ പോലെ ഫാമിലിയിലെ കുറച്ച് പേരെ ടോമോ ഷുബ്രു തീയിട്ട് കത്തിച്ച് കളഞ്ഞു. അതിനാൽ ഫാമിലിയിലെ ബാക്കിയുള്ളവർ ടോമോ ഷുബ്രുവിനെ വീട്ടിൽ തന്നെ ഒരു അറയുണ്ടാക്കി അതിൽ കയറ്റി അടച്ചിട്ട് വളർത്താൻ തുടങ്ങി. ടോയ്ലറ്റ് വരെ ആ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നാൽ ടോമോ ഷുബ്രു വെറുതെ അടങ്ങിയിരുന്നില്ല. ആ ടോയ്ലറ്റ് വഴി അണ്ടർഗ്രൗണ്ടിൽ ഇറങ്ങി അയൽപ്പക്കത്ത് പോയി അവരെയെല്ലാം ഭയപ്പെടുത്താനും തീയിട്ട് നശിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ഇക്കാര്യങ്ങൾ ഇപ്പോൾ ആഷിഖ് പറഞ്ഞപ്പോൾ ആഷിഖ് നൽകിയ ഡോക്യുമെന്റ് എല്ലാം തിരഞ്ഞു നോക്കി. അതിൽ സൈക്കോ കില്ലർ ലേഡി മിസാവോനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവൾ പോലീസിൽ പറഞ്ഞത് എനിക്ക് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടു, കൊല്ല്, തീയിട്ട് കത്തിക്ക് എന്നൊക്കെ ശബ്ദം കേട്ടു. അതിനാൽ ഞാൻ പോലും അറിയാതെ ഞാൻ എൻ്റെ 7 മക്കളെയും വെട്ടിയും തീയിട്ട് കത്തിച്ചും കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. സോ ഇതേ ശാപമാണ് ടോമോ ഷുബ്രു എന്ന പയ്യനും ഉണ്ടായത്. അതിനർത്ഥം ടോമോ ഷുബ്രുവിന് മുൻപും അവിടെ മറ്റൊരു കഥ കൂടിയുണ്ട് എന്നല്ലേ? ഈ കഥ ഇനി അവസാനിക്കോ? ഈ കഥ എവിടെ നിന്നാണ് തുടങ്ങിയത്? ആകെ കൺഫ്യൂഷനായി. എന്ത് വന്നാലും കഥയുടെ തുടക്കം കണ്ടുപിടിച്ചേ ആവണം. യഥാർത്ഥ പ്രേതത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് ചൊറിഞ്ഞ് കണ്ടെത്തണം എന്ന് ഐയും കൂബോയും പ്ലാൻ ചെയ്ത് നേരെ ടോമോ ഷുബ്രുവിന്റെ കല്ലറയ്ക്ക് മുൻപിൽ പോയി നിൽക്കുമ്പോൾ കല്ലറയുടെ അടുത്ത് ബുദ്ധ സന്യാസികൾ ഉള്ള ഒരു മഠത്തെ കാണുകയാണ്. നേരെ അവിടെ പോയിട്ട് ടോമോ ഷുബ്രുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ
ടോമോ ഷുബ്രുവിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്നാൽ അവൻ്റെ ഫാമിലിയെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞ് ടോമോ ഷുബ്രുവിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. 1930 ടോമോ ഷുബ്രുവിൻ്റെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിരുന്നു. അവിടേക്ക് ഈ മഠത്തിലെ സന്യാസിമാർ പോയിട്ട് പൂജകളൊക്കെ ചെയ്തിരുന്നു. എവിടെ പോയാ പൂജ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അത് ടോമോ ഷുബ്രുവിൻ്റെ പൂർവികർ താമസിച്ചിരുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ നിന്നാണ് അവർ താമസം മാറി ഒക്കായോ എന്ന അപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്തേക്ക് പോയത്. അതായത് ആ ദ്വീപിൽ നിന്നാണ് ഒരു ശാപത്തെ ഒക്കോയ അപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ നേരെ ആ ദ്വീപിലേക്ക് പോവുകയും ചെയ്തു. അവിടെ എത്തി ഇതുവരെ നടന്ന കഥകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഈ ദ്വീപിൽ നിന്നും ശാപത്തെ അപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയത് ടോമോ ഷുബ്രുവിന്റെ ഫാമിലിയാണ്. ടോമോ ഷുബ്രുവിന്റെ ഫാമിലി നെയിമാണ് ഒക്കിയാമ. ഒക്കിയാമ ഫാമിലിക്ക് ഈ ദ്വീപിൽ ഒരു പ്രധാനപ്പെട്ട കോൾ മൈനിങ്, കൽക്കരി ഖനനം ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ മൈനിങ് ചെയ്തുകൊണ്ടിരിക്കെ വലിയൊരു തീപിടുത്തം ഉണ്ടായി. ആ അപകടത്തിൽ ഒരുപാട് പേർ കത്തിക്കരിഞ്ഞു പോയി. ചെറിയ കുട്ടികളും വലിയവരും എല്ലാവരും. അങ്ങനെ മരിച്ചു പോയവരുടെ ആത്മാക്കൾ ഒക്കിയാമ ഫാമിലിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒക്കിയാമ ഫാമിലിയിലെ നാഥനായ വ്യക്തിയോട് മരിച്ചു പോയവരുടെ ആത്മാക്കൾ വന്ന് കൊല്ല്, കത്തിച്ച് കള, തീയിട്ട് കത്തിക്ക് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ടെൻഷൻ, ഡിപ്രഷനൊക്കെ കയറ്റി കൊടുത്തു. അതിനാൽ കുടുംബനാഥൻ കുടുംബത്തിലെ ഓരോരുത്തരെയും തീയിട്ട് കത്തിച്ച് കൊന്നത് മാത്രമല്ല കൂടെയുള്ള ജോലിക്കാരെയും അടക്കം എല്ലാരെയും തീ കൊളുത്തി കത്തിച്ച് കളയുകയായിരുന്നു. ഇതൊക്കെ റൈറ്ററായ ആഷിക്കിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് ഈ ദ്വീപിൽ. അവനാണ് പറയുന്നത്. കുടുംബനാഥന്റെ അടുത്തേക്ക് ഒരു കറുത്ത രൂപം വന്നു. ആ പിശാചി രൂപമാണ് എല്ലാരെയും തീയിട്ട് കൊല്ല് എന്ന് പറഞ്ഞത് എന്നൊക്കെ അസിസ്റ്റന്റ് പറയുകയാണ്. അത് കേട്ടപ്പോൾ ഐക്ക് ഒരു ഷോക്കിംഗ്. എന്തെന്നാൽ ഈ കഥ ഐ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ, ഒരു ചെറിയ പയ്യൻ ഒരു ദ്വീപിലെ വീട്ടിലേക്ക് വെക്കേഷൻ പോവുകയും അവിടെ അവൻ ഇതേപോലെ ഒരു കരിഞ്ഞ പ്രേതത്തെ അവൻ കണ്ടിരുന്നു. ഇതെന്താ ആ കഥയും ഈ കഥയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടല്ലോ എന്ന് ഐ ചോദിക്കുകയാണ്. ഐ കഥ എഴുതുന്നത് ഓരോരുത്തർ അവർക്കുണ്ടായ അനുഭവത്തെ വെച്ച് എഴുതി ഐക്ക് ലെറ്റർ അയക്കും. ആ ലെറ്ററിലെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഐ കഥ എഴുതുന്നത്. എങ്കിൽ ആ കഥ ആരാ അയച്ചത് എന്ന് അഡ്രസ്സ് തപ്പി നോക്കുമ്പോൾ ഇതേ ദ്വീപിലുള്ള ഒരുത്തൻ ചെറുപ്പത്തിൽ ദ്വീപിലുള്ള അവന്റെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടായ ആ അനുഭവമാണ് എഴുതി അയച്ചത്. അങ്ങനെ നേരെ ആ ലെറ്റർ അയച്ചവനെ പോയി മീറ്റ് ചെയ്ത് എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാൻ തുടങ്ങി, ഞാൻ ചെറുപ്പത്തിൽ ഈ ദ്വീപിലുള്ള എൻ്റെ റിലേറ്റീവിന്റെ വീട്ടിലേക്ക് വന്നതാ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ, മറക്കാൻ പറ്റില്ല. ആ രൂപത്തെ കണ്ട് ഞാൻ പേടിച്ചു ഭയന്നു. അതേപോലെ എഴുതി വെച്ചു. ശേഷം ഞാനത് നിങ്ങൾക്ക് അയച്ചു തന്നു. ശരി, എവിടെയാ ആ വീടുള്ളത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഗ്രാമത്തിൽ ഒക്കിയാന എന്ന ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിന് കാരണം എന്തെന്നാൽ ഒക്കിയാന എന്ന കുടുംബത്തെ കുറിച്ച് ഒരാൾ അന്വേഷിക്കാൻ ഇറങ്ങിയാൽ ഒക്കിയാന കുടുംബത്തിന് ബാധിച്ച ശാപം അന്വേഷിക്കാൻ ചെന്നവർക്കും ഏൽക്കും എന്ന് ഈ ഗ്രാമത്തിലുള്ളവരും പോലീസും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അതിനാലാണ് ഒക്കിയാനോ ഫാമിലിയുടെ ഡീറ്റെയിൽസ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒരുപാട് അവിടെ നടന്നിട്ടുണ്ട് എന്നൊക്കെ അസിസ്റ്റന്റ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇതുപോലെ കുറെ പ്രേത കഥകൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ ആരംഭം എവിടെ നിന്നാണ് എന്ന് അറിയണം. എന്നാലേ ഈ കഥ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ശരി, എങ്കിൽ ഒക്കിയാനോ ഫാമിലിയുടെ അഡ്രസ്സ് മനസ്സിലായില്ലേ, അവിടെ പോയി അന്വേഷിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ആഷിക്ക്, കൂബോ, ഐ പിന്നെ ആഷിക്കിന്റെ അസിസ്റ്റന്റ് ഇവർ 4 പേരും നേരെ ഒക്കിയാനോ ഫാമിലി താമസിച്ച വീട്ടിലേക്ക് എത്തി. രാത്രി നേരം അകത്തേക്ക് കടക്കാൻ തുടങ്ങി. വീട് ദ്രവിച്ച നിലയിലാണുള്ളത്. അങ്ങനെ അകത്ത് കയറി ഓരോ ഭാഗത്തും നിരീക്ഷിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണുകയാണ്. അന്നേരമാണ് കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവുന്നത്. അതായത് കോൾ മൈനിങ് നടന്ന സ്ഥലത്താണ് ഒക്കിയാനോ ഫാമിലി വീട് വെച്ചത്. മൈനിങ്ങിൽ നടന്ന അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ആത്മാക്കളാണ് ഈ വീട്ടിൽ അലഞ്ഞു നടന്ന് ശല്യം ചെയ്യുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഫാമിലിയിൽ ഒരുത്തൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ കുറെ ബുദ്ധ സന്യാസിമാരെ കൂട്ടിയിട്ട് വന്ന് പൂജകളൊക്കെ ചെയ്ത് ബുദ്ധ പ്രതിമ വരെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിനാൽ സാത്താനെ വരെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ എന്ത് ചെയ്തും രക്ഷയില്ലാത്തതിനാൽ തൻ്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ കൊന്നിട്ട് ഒരു കത്തിയെടുത്ത് കുടുംബനാഥൻ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സോ ഇതാണ് ഒക്കിയാന ഫാമിലിക്ക് കിട്ടിയ ശാപത്തിന്റെ തുടക്കം. അതായത് കോൾ മൈനിങ്, കൽക്കരി ഖനനം. അതിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾ ആണ് എല്ലാ ശാപത്തിനും കാരണം എന്ന് മനസ്സിലാക്കി ഈ പ്രേതകഥയുടെ തുടക്കം എല്ലാം ഇവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ എല്ലാവരും തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കൂബോ ടിവിയിൽ ഒരു കാര്യം കാണുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അയൽവാസി ഒരു ഫാമിലി അപ്പാർട്ട്മെന്റിൽ നിന്നും താമസം മാറിപ്പോയിരുന്നില്ലേ, ആ ഫാമിലിയിലെ ഹസ്ബൻഡ് കിളി പോയവനെ പോലെ പിരാന്ത് പിടിച്ചവനെ പോലെ പെരുമാറി തൻ്റെ മക്കളെയും ഭാര്യയെയും കൊന്നിട്ട്
സ്വയം ആത്മഹത്യ ചെയ്ത് മരിച്ച് കാലാപുരിക്ക് പോയി എന്നൊക്കെ ന്യൂസിൽ കാണിക്കുകയാണ്. അതൊക്കെ കണ്ട് ഭയന്ന് ഐയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ശേഷം ഐയെ കൂബ മീറ്റ് ചെയ്ത് ഞാൻ ആ അപ്പാർട്ട്മെന്റിൽ നിന്നും പുതിയ വീട്ടിലേക്ക് താമസം മാറിയതാണല്ലോ, പക്ഷെ എനിക്ക് വീണ്ടും ആ അമാനുഷിക ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ഇനിയും ആ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോകണമായിരിക്കും എന്ന് പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഐക്ക് ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു വോയിസ്, നിന്റെ വീടിന് തീയിട്ട് കത്തിക്ക്, തീയിട്ട് കൊല്ല് എന്നൊക്കെ വോയിസ്. ഇതേ നേരം ആ ദ്വീപിൽ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അവനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കമ്പ്യൂട്ടറിൽ നിന്നും ശബ്ദം കേൾക്കാൻ തുടങ്ങി. കൊല്ല്, തീയിട്ട് കത്തിക്ക് എന്നൊക്കെ പറഞ്ഞ് കരിഞ്ഞ രൂപം വരികയാണ്. അതേപോലെ കൂബ ഓണർ ലേഡിയുടെ വീട്ടിലേക്ക് പോയിരുന്നില്ലേ, അന്നേരം ഒരു പയ്യൻ കജിക്കാവ എന്ന പയ്യൻ ആത്മഹത്യ ചെയ്ത ആ ഒരു വീട്ടിൽ ഒരു പയ്യൻ ചെറിയ വാടകയ്ക്ക് വീട് കിട്ടിയതിനാൽ പ്രേതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് താമസം ആരംഭിച്ചിരുന്നില്ലേ. അവനിപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം, നോക്കിയാൽ സീലിംഗിൽ ടക്കാനോ മുത്തശ്ശി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അവനും കാണാൻ തുടങ്ങി. ഇവിടെ വെച്ച് സിനിമ അവസാനിക്കുന്നു. ഈ ചിത്രത്തിൽ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ, ഒക്യാന എന്ന ഫാമിലിയിൽ വന്ന ശാപം ആ ഫാമിലിയെ കുറിച്ച് ആരൊക്കെ അറിയാൻ ശ്രമിക്കുന്നോ അറിഞ്ഞിട്ടുണ്ടോ അവരെ ഒന്നും പ്രേതം ആത്മാക്കൾ വെറുതെ വിടില്ല. അവസാനം എല്ലാരെയും പ്രേതം വന്ന് ഓരോരുത്തരെയായി ഭയപ്പെടുത്തി സ്വയം ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. കൂടുതലായി അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മളും അതിന്റെ ഒരു ഭാഗമായി മാറി അപകടത്തിലേക്ക് ചെന്നെത്തിക്കും എന്ന് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ഒക്യാനോ ഫാമിലിയെ കുറിച്ച് നമ്മളും അറിഞ്ഞില്ലേ, ഇനി നമുക്കും എന്തെങ്കിലും സംഭവിക്കുമോ?